ഹലോ, വെൽക്കം ടു പാറൂസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ പ്രഷർ കുക്കറിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എഗ് ബിരിയാണിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 3 മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് 3 ടേബിൾ സ്പൂൺ തൈരാണ്, 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചിയുടെ കഷ്ണം, 8 വെളുത്തുള്ളി അല്ലി, 10 ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ഒരുപാട് എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. പിന്നീട് എടുത്തിരിക്കുന്നത് ഒരു ബേ ലീഫ്, 3 ഏലക്ക, 3 ഗ്രാമ്പു, ചെറിയ ഒരു കഷ്ണം ജാതിപത്രി, 3-4 കുരുമുളക്, പിന്നെ ഒരു കഷ്ണം കറുകപ്പട്ട. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്. പിന്നീട് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 3 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് ബസുമതി റൈസ് ആണ്. അത് നന്നായിട്ട് കഴുകി ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനിയും ബിരിയാണി തയ്യാറാക്കാം. ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്കിത് തയ്യാറാക്കുമ്പോൾ കൂട്ടത്തിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ ഈ ഒരു കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്. ഫസ്റ്റിലെ തന്നെ കുക്കർ നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ എണ്ണയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നെയ്യിൽ തന്നെ ഉണ്ടാക്കാം. ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റിൽ തന്നെ നമുക്ക് കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. സവാള മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ബേ ലീഫും മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 3 സവാളയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴലട്ടെ. ഒരുവിധം വഴണ്ടിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഗരം മസാല വേണമെങ്കിലും അതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബിരിയാണി മസാലയാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യാം. അപ്പോൾ ആ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരും. ഇതില്ലേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂവും കിസ്മിസും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നേ 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഓരോ സ്ഥലത്ത് കിട്ടുന്ന റൈസിലെ വേവ് വ്യത്യാസം കാണും. ഏത് ഗ്ലാസ്സിനാണോ അരി എടുത്തത് അതേ ഗ്ലാസ്സിന് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ബാക്കിയിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ, കിസ്മിസ്, ഉള്ളി ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിള വരുന്ന കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. കംപ്ലീറ്റ് പ്രഷർ പോയി കഴിയുന്ന തന്നെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും. കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ചൂടോടായതുകൊണ്ട് തന്നെ കുറച്ച് കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നും. ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് താഴേന്നുള്ളത് ഒന്ന് ഇളക്കി കൊടുക്കാം. പക്ഷെ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നല്ല അടിപൊളി എഗ് ബിരിയാണി റെഡി ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.